ശബരിമല സന്നിധാനത്ത് SITയുടെ ശാസ്ത്രീയ പരിശോധന. ശ്രീകോവിലിന്റെ പിൻഭാഗത്തെ സ്വർണ്ണപ്പാളിയും ദ്വാരപാലക ശില്പത്തിന് സമീപത്തെ തൂണും ഇളക്കിയെടുത്ത് സാമ്പിൾ ശേഖരിച്ചു. കുംഭമാസ പൂജയ്ക്കായി നട തുറന്നതിന് പിന്നാലെയാണ് ഉദ്യോഗസ്ഥർ ശ്രീകോവിലിന് സമീപത്തേക്ക് എത്തിയത്. ഷിജോ കുര്യൻ സന്നിധാനത്ത് നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ഷിജോ, വിശദമായൊരു പരിശോധനയ്ക്ക് തന്നെയാണ് SIT തയ്യാറെടുക്കുന്നതല്ലേ? അമൃത, ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും നിർണായകമായിട്ടുള്ള ഘട്ടത്തിലേക്കാണ് ഇപ്പോൾ SITയുടെ ഒരു അന്വേഷണം പോയിട്ടുള്ളത്. ശബരിമല സന്നിധാനത്ത് ഇന്ന് നട തുറന്നതിന് പിന്നാലെയാണ് SIT സംഘം ശ്രീകോവിലിന് സമീപത്തേക്ക് എത്തി. ശ്രീകോവിലിന് പിൻഭാഗത്തെ സ്വർണ്ണപ്പാളികളാണ് ആദ്യം ഇളക്കി മാറ്റിയത്. അതായത് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ശ്രീകോവിലിന് മുൻഭാഗത്തുള്ള ദ്വാരപാലക ശില്പങ്ങൾ വെച്ചിട്ടുള്ള സമീപത്തെ പാളികളാണ് ഇപ്പോൾ ഇളക്കി മാറ്റിയിട്ടുള്ളത്. നേരത്തെ തന്നെ ഏറ്റവും ആദ്യം 5 മണിയോടുകൂടി തന്നെ SIT ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ ലീഗൽ മെട്രോളജിയിലെ ഉദ്യോഗസ്ഥരും ഒക്കെ എത്തി ശ്രീകോവിലിന് പിൻഭാഗത്തുണ്ടായിരുന്ന തൂണുകളിൽ സ്ഥാപിച്ചിരുന്ന ഒരു ഭാഗത്തെ സ്വർണ്ണപ്പാളി ഇളക്കി മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ശ്രീകോവിലിന് മുമ്പിൽ ഈ ദ്വാരപാലക ശില്പങ്ങൾ സ്ഥാപിച്ചിട്ടുള്ള സമീപത്തെ സ്വർണ്ണപ്പാളികൾ ഇളക്കി മാറ്റുകയാണ്. അങ്ങനെ ഇവർ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് സന്നിധാനത്തിന്റെ ശ്രീകോവിലിന് മുമ്പിലുള്ള കട്ടിളപ്പാളികൾ, അതുപോലെ തന്നെ വാതിൽപ്പാളികൾ, തൂണുകൾ, മറ്റ് വിഗ്രഹങ്ങൾ സ്ഥാപിച്ചിരിക്കുന്ന സ്വർണ്ണപ്പാളികൾ, ഇതടക്കമുള്ള വിവിധ ഇടങ്ങളിൽ സ്ഥാപിച്ചിരിക്കുന്ന സ്വർണ്ണപ്പാളികളിൽ നിന്നെല്ലാം ഓരോ ഭാഗം ഇളക്കി മാറ്റും. അതായിരിക്കും ശാസ്ത്രീയ പരിശോധനയ്ക്ക് വേണ്ടി കൊണ്ടുപോവുക. ഇന്ന് ഉച്ചയ്ക്ക് 12 മണിയോടുകൂടിയാണ് SIT സംഘത്തലവൻ ശശിധരൻ SP-യുടെ നേതൃത്വത്തിലുള്ള സംഘം സന്നിധാനത്തേക്ക് വന്നത്. പമ്പയിൽ 12 മണിയോട് എത്തിയ സംഘം 2 മണിയോടുകൂടി സന്നിധാനത്ത് വന്ന് ഒരു അവലോകന യോഗം പൂർത്തിയാക്കുകയും നട തുറന്നതിന് പിന്നാലെ സന്നിധാനത്തേക്ക് വരികയുമാണ് ചെയ്തത്. ഏതായാലും ഒരു 2 മണിക്കൂർ കൂടി പരിശോധന നീണ്ടു നിൽക്കുമെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇന്ന് രാത്രി പരിശോധന ഏതാണ്ട് പരമാവധി 7 മണിയോടുകൂടി പരിശോധന പൂർത്തിയാക്കി നാളെ പുലർച്ചയോടുകൂടി വീണ്ടും പരിശോധന നടത്തും. പരമാവധി 2 ദിവസം സന്നിധാനത്ത് SIT സംഘം ഉണ്ടാകും. ആ 2 ദിവസം കൊണ്ട് ഈ സ്വർണ്ണപ്പാളികൾ ഇളക്കി അവിടുന്ന് ഇത് ശാസ്ത്രീയമായിട്ട് പരിശോധനയ്ക്ക് കൊണ്ടുപോവുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഇവർ ഈ പരിശോധനയിലൂടെ ഉദ്ദേശിക്കുന്നത്. അമൃത, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.